ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രങ്ങളായ അനുഭവങ്ങളുടെ കഥകൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അഥവാ വിപരീത സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത് അവഗണനകളാകാം, തിരസ്കരണങ്ങളാകാം, സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളുടെ ഇച്ഛാഭംഗങ്ങളാകാം, ചൂഷണങ്ങളാകാം, മുറിവുകളാകാം, ഉറ്റവരുടെ പ്രിയപ്പെട്ടവരുടെ വിശ്വാസ രാഹിത്യമാകാം, ചതിയാകാം, ഒറ്റാകാം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടേറിയ വിഷമസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, രോഗം, അപകടങ്ങൾ, സാമ്പത്തിക നഷ്ടം, പരാജയങ്ങൾ, ബിസിനസ്സിലെ തകർച്ചകൾ, ഇങ്ങനെയൊക്കെയുള്ള വിപരീതമായ സാഹചര്യങ്ങൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് സാധാരണ എത്തിച്ചേരാനുള്ള 4 സാധ്യതകളുണ്ട്. മനുഷ്യൻ ഒരു സാധ്യതയുടെ ലോകത്താണ് എന്നാണ് തത്വചിന്തകനായ മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞു വെക്കുന്നത്. പലതരം സാധ്യതകളുണ്ട്. ഒന്ന്, ബിറ്റർ എക്സ്പീരിയൻസ്, ബിറ്റർ ലെവലിലേക്ക് എല്ലാവരോടും പകയോടെ, വെറുപ്പോടെ, പരാതിയോടെ, വെറുപ്പോടെ, വിദ്വേഷത്തോടെ, പ്രതികാരേച്ഛയോടെ എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത. ഇതിനെ ഒരു ബിറ്റർ ലെവൽ എന്ന് പറയും. ബിറ്റർ തലം, കൈപ്പേറിയ അനുഭവമാണ്. എല്ലാവരോടും പകയോടെ, എല്ലാവരോടും കുറ്റം കണ്ടുപിടിക്കുന്ന, എല്ലാവരോടും വഴക്ക് പിടിക്കുന്ന, എല്ലാവരെയും ദ്വേഷിക്കുന്ന ആ ഒരു തലം. രണ്ടാമത്തത് ഒരു ബാരൻ തലമാണ്. ഫലശൂന്യമായ അവസ്ഥ, ഒന്നിനോടും താല്പര്യമില്ലാത്ത നിസ്സംഗതയുടെ അവസ്ഥ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള വിമുഖത. ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരു ഫലവും നൽകാതെ അലസതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ, ബാരൻ ലെവൽ. ജീവിതത്തിൽ എല്ലാത്തിനോടും മടുപ്പ്, ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റെടുക്കാതെ പോകുന്ന, അതിനെ ബാരൻ ലെവൽ എന്ന് പറയും. മറ്റൊന്ന് ബ്രോക്കൺ ലെവലിലാണ്, ബ്രോക്കൺ തലങ്ങളാണ്. നമ്മുടെ ഹൃദയം തളർന്ന് തരിപ്പണമാകുന്ന, ജീവിതം തന്നെ വളരെയേറെ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ഇതിനെ ബ്രോക്കൺ ലെവൽ എന്ന് പറയും. ഈ 3 സാധ്യതകളും നമ്മളെ എങ്ങും കൊണ്ടുചെന്ന് എത്തിക്കുന്നില്ല, മറിച്ച് കൂടുതൽ കൂടുതൽ ഊരാക്കുടുക്കിലെ ആഴങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ജീവിതം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 3 സാധ്യതകൾ അപ്പുറമായി നമ്മൾ എത്തിച്ചേരേണ്ട ഒരു മേഖലയാണ് ബ്ലസ്സഡ് തലം. അതാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിത അവസ്ഥ. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല, പക്ഷെ നമ്മൾ ആ സാഹചര്യങ്ങളെ നോക്കി കാണുന്ന മനോഭാവത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ എല്ലാവരും യേശുവിന്റെ മുറിവുകളിൽ നമ്മുടെ മുറിവുകളെ ചേർത്ത് വെക്കണം. ഉദിതനായ ഈശോ തന്റെ മുറിവുകളോടുകൂടിയാണ് നമ്മെ ഓരോരുത്തരെയും കാണുന്നത്. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലുമുള്ള മുറിവുകളിലേക്ക് അവൻ സ്പർശിക്കുന്നു. എല്ലാ മനുഷ്യ ഹൃദയങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മുറിവുകളുണ്ട്. ഈ മുറിവുകളെ നമ്മൾ സ്പർശിക്കുമ്പോൾ, യേശുവിനെ മുറിവുകളിലോട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, തോമാസ് ലീഹ യേശുവിന്റെ മുറിവുകളിൽ സ്പർശിച്ച് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഥന കഥകൾ, കണ്ണീരിന്റെ കഥകൾ, ഏകാന്തതയുടെ കഥകൾ, ഒറ്റപ്പെടലിന്റെ കഥകൾ, തിരസ്കരണത്തിന്റെ കഥകൾ, അവഗണനയുടെ കഥകൾ, വിശ്വാസവഞ്ചനയുടെ കഥകൾ, പരാജയത്തിന്റെ കഥകൾ, സാമ്പത്തിക ബാധ്യതയുടെ കഥകൾ, ജീവിത ലക്ഷ്യമില്ലാത്തതിന്റെ കഥകൾ, ഈ കഥന കഥകൾ, ഈ മുറിവുകൾ യേശുവിന്റെ മുറിവുകളോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതം സൗഖ്യപ്പെട്ടതായി മാറുന്നു, അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നു. ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ മാറുന്നില്ല എങ്കിലും അവയെ നോക്കിക്കാണുന്ന നമ്മുടെ മനോഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു. അത് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളോടെ, ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. തോമാസ് ലീഹ പറഞ്ഞതുപോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും എപ്പോഴാണ് യേശുവിന്റെ മുറിവുകളോട് നമ്മുടെ മുറിവുകളെ ചേർത്ത് വെക്കുമ്പോൾ. അത്തരത്തിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സമാധാനവും സൗഭാഗ്യവും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാകാൻ നമുക്ക് പരിശ്രമിക്കാം.